അപ്പം ഗൈസ് പൊഞ്ചിക്ക് റംബൂട്ടാൻ ഉണ്ട്. ട്രൈ ചെയ്യാം. പൊഞ്ചിക്ക് പൊട്ടിക്കാൻ അറിയോ? പൊട്ടിച്ചോ? ഓ, ഇവിടെ ഒരാളും കൂടെ കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇതാ ജൂഹി. ജൂഹിക്ക് റംബൂട്ടാൻ വേണ്ടേ? ജൂഹി 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 മോനെ, എങ്ങനെയുണ്ട് പൊഞ്ചി റംബൂട്ടാൻ? സൂപ്പറാ. നിങ്ങൾക്കറിയാമോ, നാട്ടിലാണെങ്കിൽ റംബൂട്ടാൻ സീസണായി. TV തുറന്നാൽ റംബൂട്ടാൻ, ഫേസ്ബുക്ക് തുറന്നാൽ റംബൂട്ടാൻ, എല്ലാവരും റംബൂട്ടാൻ കഴിക്കണം. ഞാനാണെങ്കിൽ അഹാനകൃഷ്ണൻ്റെ ഒക്കെ അമ്മയില്ലേ, സിന്ധു കൃഷ്ണൻ, അപ്പോൾ അമ്മയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. പിന്നെ കൃഷ്ണകുമാർ ചേട്ടൻ്റെയും വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെയും ഫുള്ള് റംബൂട്ടാൻ. അപ്പോൾ ഇവക്ക് റംബൂട്ടാൻ വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. ഇവള് നാട്ടിൽ നിന്ന് പോകുന്നത് 2 വയസ്സുള്ളപ്പോഴാണ്. അപ്പോൾ അതിന് മുമ്പ് മനുവേട്ടൻ്റെ വീട്ടിൽ പത്തനംതിട്ടയിൽ കുറേ റംബൂട്ടാൻ ഉള്ള വീടുകളുണ്ട്. ജോൺസൺ ചേട്ടൻ്റെ ഒക്കെ വീട്ടിൽ ഒത്തിരി റംബൂട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ മനുവേട്ടൻ ഒരു ചാക്ക് കണക്കിന് പറിച്ചുകൊണ്ട് വരാറുണ്ട്. എൻ്റെ മേമുഖത്തെ പിറവത്തെ വീട്ടിലും കൊണ്ടു തരാറുണ്ട് കേട്ടോ. ഞങ്ങളെ കാണാൻ വരുമ്പോൾ ഒക്കെ കൊണ്ടു തരാറുണ്ട്, അച്ഛനും അമ്മയ്ക്കും. അത് അയൽപ്പക്കത്തും കൊടുക്കാൻ അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ മനുവേട്ടനെ എവിടെ നിന്ന് ഒരു തൈ കൊണ്ടുവന്ന് മനുവേട്ടൻ്റെ വീട്ടിൽ നട്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ പോന്നിട്ട് ഏകദേശം 4 വർഷം ആവാറായിട്ടുണ്ട്. അപ്പോൾ ആ തൈ വളർന്ന് വലുതായി മരമായി അതിൽ റംബൂട്ടാൻ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം മനുവേട്ടൻ്റെ വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്ക് മനുവേട്ടൻ്റെ അമ്മ റംബൂട്ടാൻ തിന്നുകൊണ്ടിരിക്കും. അയ്യോ പൊഞ്ചിക്ക് അപ്പം തന്നെ അത് വേണം, അത് എങ്ങനെയെങ്കിലും കിട്ടണം. എങ്ങനെ കിട്ടാനാ? റംബൂട്ടാനൊന്നും നമ്മുടെ പ്ലെയിനിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുമൊന്നുമില്ല. നമ്മുടെ ബാഗിലൊക്കെ അവർ പിടിക്കും. കാരണം വേറൊരു രാജ്യത്തെ സാധനങ്ങൾ വേറൊരു രാജ്യത്തോട്ട് അങ്ങനെ കൊണ്ടുവരാൻ എന്തോ ഒരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ പിടിക്കും, ചിലപ്പോൾ പിടിക്കില്ല. പക്ഷേ അങ്ങനെ റിസ്ക് എടുക്കാൻ ആരും റെഡിയല്ല. അപ്പോൾ എങ്ങനെ കിട്ടും എന്നോർത്ത് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പക്ഷേ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്തു കേട്ടോ. എൻ്റെ കൊച്ചിനത് കിട്ടണേ, ദൈവമേ റംബൂട്ടാൻ. അങ്ങനെ കൊച്ചു മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ ദൈവം കേൾക്കും. കൊച്ചു മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ പല കാര്യങ്ങളും അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ ചക്ക, അതെനിക്ക് വേണമെന്ന് ഞാൻ കുറച്ച് മാനിഫെസ്റ്റ് ചെയ്തായിരുന്നു. അത് കിട്ടി. അപ്പോൾ ദേ റംബൂട്ടാൻ ഇങ്ങോട്ട് പോകാൻ വഴിയിൽ തന്നെ വെച്ച് വിൽക്കണം. 1 കിലോയ്ക്ക് 400 ഷില്ലിങ്സ്. 400 ഷില്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ 200 രൂപയോളം വരും. അപ്പോൾ അങ്ങനെ വിൽക്കുക. പിന്നെ നമ്മൾ മേടിച്ചില്ലേ, 1 കിലോ തന്നെ മേടിച്ചു. 1 കിലോ 2 കിലോ ഏതാണ്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 1 കിലോ മേടിച്ചു 400 ഷില്ലിങ്സിന്. അപ്പോൾ ഏകദേശം തിന്ന് തീരാറായി. ഇത്രയേ ഉള്ളൂ. പൊഞ്ചിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടതേ. ഇത് പക്ഷേ ഇങ്ങനെ കുരുവിൽ നിന്ന് വിട്ടുപോകുന്ന റംബൂട്ടാൻ അല്ല കേട്ടോ. ഇത് വായിലിട്ട് കഴിക്കുമ്പോൾ റിസ്ക് ആണ്, ചിലപ്പോൾ തെന്നി അങ്ങ് പോകും. കുരുവിന്ന് വിട്ടുപോകുന്ന റംബൂട്ടാനുണ്ട്, അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തെന്നിച്ചാൽ മതി, അപ്പോൾ ഇങ്ങനെ ഫുള്ള് കിട്ടും. അതല്ല, പക്ഷേ ഇത് നല്ല ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനകത്ത് നന്നായിട്ട് നല്ല മധുരം ഉള്ളത് തന്നെയുണ്ട്. പൊഞ്ചി താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറ. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് എന്ത് കിട്ടുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. പൊഞ്ചി 2 എണ്ണം കഴിച്ചു. പൊഞ്ചി ഇത് ഫുള്ളൊന്നും ഫിനിഷ് ഒന്നും ചെയ്തല്ല കേട്ടോ കഴിക്കുന്നത്. പിന്നെ ബാക്കി കുറേയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല വീഡിയോ ആണെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ പറ പൊഞ്ചി. ബൈ.